നട തുറന്നിട്ട് മണിക്കൂറുകൾക്കകം തന്നെ സർവ്വസന്നാഹങ്ങളും പാളിപ്പോയി. അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമായി. വെള്ളം വരെ കുടിക്കാൻ കുട്ടികൾക്ക് ചോദിച്ചിട്ട് പോലീസുകാർ തന്നില്ല. അവർ പറഞ്ഞപ്പോൾ വരിയിൽ നിന്നാ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എത്രത്തോളം ദുരിതപൂർണമായ ഒരു അനുഭവമാണ് എന്നുള്ളതല്ലേ ടീച്ചറെ. ഏതെങ്കിലും ഒരു സഖാവിനൊരു ലാവണമായിക്കോട്ടെ എന്ന് വിചാരിച്ചിരുത്താൻ ഒരു സീറ്റല്ല ദേവസ്വം മന്ത്രി. ഇവർക്കിത് നന്നാവണമെന്നില്ല. നന്നാവണവര് ഭക്തരല്ല. ദേവസ്വം എന്ന് പറഞ്ഞാൽ ദൂഷിച്ച ആ പിശാചുകളെ ഒന്നും ഇല്ലാണ്ടാക്കണം, അല്ലാണ്ട് നന്നാവില്ല. വിപ്ലവം ജയിക്കട്ടെ, വിഗ്രഹങ്ങൾ തകരട്ടെ എന്നുള്ളതാണ് അവരുടെ പ്രാർത്ഥന. ഭക്തർ എത്രത്തോളം കരയുന്നുവോ അത്രത്തോളം അവർ അതിൽ ആനന്ദിക്കും. ഈ വെർച്വൽ ബുക്കിങ്ങിലൂടെ എത്ര ഭക്തർ ഒരു ദിവസം മല കയറും എന്നുള്ളത് കൃത്യമായ കണക്കുകൾ എത്ര ദിവസം മുൻപേ ലഭിക്കുന്നുണ്ട്. അന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ പരാജയപ്പെട്ടു. തീവ്രവാദിയായാലും ഭീകരവാദിയായാലും ഈ കേരളത്തിൽ കുഴപ്പമില്ല. പക്ഷേ ഹിന്ദുവാണ് എന്നെങ്ങാനും പറഞ്ഞു പോയാൽ, ഹിന്ദു ഭക്തനാണ് എന്ന് പറഞ്ഞു പോയാൽ അതിനേക്കാൾ മോശമായ ഒരു അവസ്ഥയില്ലല്ലോ. ഒരുപാട് പൈസ ചെലവഴിച്ചുകൊണ്ട് വലിയ രീതിയിൽ ലക്ഷറിയസ് ആയിട്ട് ഒരു സംഗമം പമ്പയിൽ നടത്തുകയുണ്ടായി. അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിമാരെ തിരയാൻ വേണ്ടിയായിരുന്നു ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അയ്യപ്പ സംഗമത്തിൽ കാണിച്ച ആത്മാർത്ഥത അയ്യപ്പ ഭക്തരുടെ തീർത്ഥാടനത്തിൽ കാണുന്നത്. ഒരു തരത്തിലുള്ള മനുഷ്യത്വം പോലും ഇല്ലാതെയാണ് പോലീസുകാരോട് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതല്ലേ. ഒരു തുള്ളി കുടിവെള്ളമോ അല്ലെങ്കിൽ അവിടെ ഒരു ലേശം വായു ശ്വസിക്കാനുള്ള ഒരു അവസരമോ എങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. ഹജ്ജിന് കിറ്റ് കൊടുത്ത സർക്കാരാണ് എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പഴയടത്തിന്റെ സദ്യ കൊണ്ട് ഏമ്പക്കം വിട്ടു പോകുന്നവരല്ല ക്രൗഡ് മാനേജ്മെന്റ് നടത്തേണ്ടത്. അത് വ്യക്തമായി അതിനെപ്പറ്റി അറിയാവുന്നതാണ്. അത് ഇപ്പോഴല്ല നോക്കുക.